കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കുകയാണ്. കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. പ്രതിയെ ബസ്സിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി 2-നാണ് മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയത്. അതേസമയം തന്നെ ഫെബ്രുവരി 6-ന് ഷിംജിതയുടെ ജാമ്യ ഹർജി കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. വിവരങ്ങളുമായി രമ്യദാസ് ഉണ്ട്. രമ്യ, ഈ ഷിംജിതയുടെ കസ്റ്റഡി അപേക്ഷ, ഷിംജിതയുടെ ജാമ്യ ഹർജി നാളെ കോടതി പരിഗണിക്കുമ്പോഴാണ് ഷിംജിതയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് എന്ന കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത്. എങ്ങനെയാണ് വിവരങ്ങൾ? എപ്പോഴേക്കും കോടതി ഹർജി പരിഗണിക്കും? ഒപ്പം തന്നെ അപേക്ഷ പരിഗണിക്കും. ഒപ്പം തന്നെ ഈ ഷിംജിതയുടെ ഇനി എന്ത് ചെയ്യും ഷിംജിത? കാരണം അന്ന് നിയമത്തിന് മുൻപിൽ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ തനിക്ക് ഇത്തരത്തിൽ അപമാനം നേരിട്ടു എന്ന് പറഞ്ഞ് കോടതിക്ക് മുൻപിൽ നിയമത്തിന് മുൻപിൽ പോയിരുന്നുവെങ്കിൽ ഉണ്ടാകേണ്ടത് മറ്റൊന്നായിരുന്നു. പക്ഷേ അവർ ചെയ്തത് സമൂഹ മാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് അതിൽ റീച്ച് ഉണ്ടാക്കി ഒരു ചെറുപ്പക്കാരനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നു. എങ്ങനെയാണ്? പറയൂ രമ്യ. തീർച്ചയായും രാഖി, കാരണം ഇത്തരത്തിലൊരു ബസ്സിൽ വെച്ച് ഇത്തരത്തിലൊരു അതിക്രമം നടന്നെങ്കിൽ ആദ്യഘട്ടത്തിൽ ഈ വീഡിയോ ചിത്രീകരിച്ചെങ്കിൽ കൂടി അതൊരു തെളിവായി ഷിംജിതയ്ക്ക് പോലീസിന് മുന്നിൽ ഹാജരാക്കാമായിരുന്നു. ആദ്യഘട്ടത്തിൽ അതൊരു പരാതിയായി പോലീസിലേക്ക് പോയിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അവസ്ഥ ഷിംജിതയ്ക്ക് വരില്ലായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഷിംജിത ഈ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ മാത്രമാണ് ഈ ദീപകിന്റെ ആത്മഹത്യക്ക് നയിച്ചത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസും ഈ ദീപകിന്റെ കുടുംബവും എല്ലാം ആരോപിച്ചിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇന്നാണ് ഷിംജിതയുടെ കസ്റ്റഡി അപേക്ഷ കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുക. ഇതേ തുടർന്ന്, കാരണം നാളെ ഷിംജിതയുടെ ജാമ്യ ഹർജി പരിഗണിക്കാനുണ്ട്. അതായത് ഇന്നലെയായിരുന്നു ഷിംജിതയുടെ ഈ പോലീസ് റിമാൻഡ് കാലാവധി തീരുന്നത്. കാരണം 14 ദിവസത്തേക്കായിരുന്നു പോലീസ് റിമാൻഡ് ചെയ്തിരുന്നത്. അതിന്റെ കാലാവധി ഇന്നലെ തീരുകയാണ്. അതിനുശേഷം ഈ ഫെബ്രുവരി 2-ാം തീയതിയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളെല്ലാം നടത്തിയിരുന്നു. കണ്ണൂരിലെ ഈ ബസ്സിൽ അതിലുൾപ്പെടെ യാത്ര ചെയ്യുന്ന ആളുകളുടെ എല്ലാം മൊഴിയെല്ലാം പോലീസ് എടുത്തിരുന്നു. ഇതിൽ തന്നെ പോലീസ് പറയുന്നത് ഇത്തരത്തിലൊരു അതിക്രമം നടന്നതുമായി ബന്ധപ്പെട്ട് ഷിംജിത പറയുന്നതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമാണ്, അതിൽ യാതൊരു തെളിവുകളും ഇല്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് ആദ്യഘട്ടം മുതൽ പറഞ്ഞിരുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 2-നാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത്. ഇതിലും പ്രധാന ആവശ്യം ഷിംജിതയുമായി ചേർന്ന് ഇത്തരത്തിൽ ഈ ബസ്സിൽ ഉൾപ്പെടെ തെളിവെടുക്കേണ്ടത്. അതിനാണ് ഇത്തരത്തിലൊരു കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 2-നായിരുന്നു ഈ കസ്റ്റഡി അപേക്ഷ കൊടുത്തത്. ആ കസ്റ്റഡി അപേക്ഷയാണ് ഇന്ന് കുന്നമംഗലം കോടതി പരിഗണിക്കുക. ഏകദേശം 11 മണിയോട് കൂടി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി ഈ കേസ് പരിഗണിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷിംജിതയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. നിലവിൽ പോലീസ് പറയുന്നത് ഇതന്നെയാണ്, ഷിംജിതയുമായി ഈ ഒരു ബസ്സിൽ തെളിവെടുക്കേണ്ടത്. കൂടാതെ ഈ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധന കൂടി പുറത്തു വരേണ്ടതുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ പോലീസ് ഈ ഫോൺ കസ്റ്റഡിയിലെടുക്കുകയും പരിശോധിക്കുകയൊക്കെ ചെയ്തിരുന്നു. 7 വീഡിയോകളാണ് ഇത്തരത്തിൽ ഈ ഫോണിൽ ചിത്രീകരിച്ചത്. അത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പുറമേ നിന്ന് ആരുടെയും സഹായം ലഭ്യമായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കൂടുതൽ വീഡിയോകൾ ഈ ഫോണിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പോലീസിന് പരിശോധിക്കേണ്ടത്. അതിനുവേണ്ടി തന്നെയാണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഈ പോലീസ് ഈ ഫോൺ അയച്ചിട്ടുള്ളത്. ഇതിന്റെ പരിശോധനാ ഫലം കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവ് ശേഖരണം അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലാണ് പോലീസ് ഈ കസ്റ്റഡി അപേക്ഷയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. എന്തു തന്നെയായാലും നാളെ കൂടി ഈ ജാമ്യാപേക്ഷ കൂടി കോഴിക്കോട് സെഷൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. എന്തായാലും രമ്യ സൂചിപ്പിച്ചതുപോലെ ഷിംജിതയുടെ ജാമ്യ ഹർജി നാളെ കോടതി പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പോലീസ് പറയുന്നത് കസ്റ്റഡിയിൽ വേണം. കാരണം ആ ബസ്സിൽ നമുക്കറിയാം, ആ ബസ് വളരെ നിർണായകമായ ഒരു സന്ദർഭമായിരുന്നു. ബസ്സിൽ വെച്ചിട്ടാണ് തനിക്ക് ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന് പറഞ്ഞ് ഷിംജിത ഒരു വീഡിയോ എടുത്തത്, അല്ലേ? അപ്പോൾ ആ ബസ്സിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണമെന്നാണ് പോലീസിന്റെ ആവശ്യം. കോടതി പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇന്ന് അറിയാം.